ഉണ്ട്. അത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിപയെ നമ്മൾ ഒരുപാട് തവണ നമ്മൾ നേരിട്ടാണ് അതിജീവിച്ചതാണ്. ഇതിനുള്ള മുൻകരുതൽ നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി നമ്മൾ ഉൾക്കൊണ്ട് കരുത്തോട് നീങ്ങുക എന്നുള്ളതാണ്. അനുമതി തുടരുക ഒരു നിമിഷം. ഈ നിപ സ്ഥിരീകരിച്ചതോടെ തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അവിടെ സമ്പർക്ക പട്ടികയിലുള്ള 151 പേരിൽ രോഗലക്ഷണങ്ങളുള്ള 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പനി ബാധിച്ചവരെ കണ്ടെത്താനായി പഞ്ചായത്തിൽ നാളെ സർവേക്ക് തുടക്കമാകുമെന്നും അധികൃതർ അറിയിച്ചു. നിപയാണ് എന്നുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തുന്നതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തിരുവാലി പഞ്ചായത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ തിരുവാലി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. നാളെ മുതൽ തിരുവാലി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും പനി സർവേ നടത്തുന്നതിന് വണ്ടൂർ ബ്ലോക്കിലെയും വിശിഷ്യ തൊട്ടടുത്ത ബ്ലോക്കുകളിലെയും ജീവനക്കാരും ജനപ്രതിനിധികളും ആശാവർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ടീം നാളെ മുതൽ സർവേ ആരംഭിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള ജീവനക്കാരെയും ബന്ധപ്പെട്ട സർവേ നടത്തുന്ന ആളുകളെയും എത്തിക്കുന്നതിനുള്ള വാഹനം ഉൾപ്പെടെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. ഫലം എന്തു തന്നെയായാലും അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള കടമയാണ് ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായും ഏറ്റെടുത്ത് നടത്തുന്നത്. അനുമോദ്, ഇപ്പോൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തനം നടക്കുന്നു. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പും നേരിട്ട് ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് എത്രത്തോളം ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ഈ തിരുവാലി പഞ്ചായത്ത്? അനുമോദ്, ഒരു നിമിഷം. അനുമോദ്, ഇപ്പോൾ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്, ശ്രീരാമൻകുട്ടി. ഈ നിപ സ്ഥിരീകരിക്കപ്പെട്ടു എന്താണെങ്കിലും നമുക്കതിനെ നേരിട്ടേ മതിയാകൂ. ആ ഒരു സാഹചര്യം മുൻകൂട്ടി കാണുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പഞ്ചായത്തിൽ അവിടെ ഒരുക്കങ്ങൾ, എന്തൊക്കെയാണ് അവിടെ മുൻകരുതലുകൾ എടുത്തിട്ടുള്ളത്? ശ്രീ രാമൻകുട്ടി, കേൾക്കാമോ? സാഹചര്യത്തിൽ ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ വകുപ്പും ജനപ്രതിനിധികളും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു. ട്രേസിംഗ് രോഗിയുമായി ബന്ധപ്പെട്ട പ്രൈമറി കോൺടാക്ട്സിന് ട്രേസിംഗ് നടത്തുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മാസ്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കണമെന്ന നിർദ്ദേശം ഗ്രാമത്തിലെ എല്ലാ ആളുകൾക്കും നൽകി കഴിഞ്ഞു. നാളെ പഞ്ചായത്തിലെ 16 വാർഡുകളിലും ഫീവർ സർവേ നടത്തുന്നതിനുള്ള ടീം സജ്ജമാക്കി. വണ്ടൂർ ബ്ലോക്കിലെ മുഴുവൻ ജീവനക്കാരും തൊട്ടടുത്ത പഞ്ചായത്തുകളിലെ ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാളെ 16 വാർഡുകളിലും അതിരാവിലെ ഫീവർ സ്ക്രീനിങ് ആരംഭിക്കും. പനിയുള്ള ആളുകളെ കണ്ടെത്തി അവരെ നമ്മൾ ഫോളോ അപ്പ് നടത്തും. അതുപോലെ തന്നെ പ്രൈമറി കോണ്ടാക്റ്റിൽ സിംറ്റമാറ്റിക് കേസിന് നമ്മൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 5 പേരെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ശ്രീ രാമൻകുട്ടി, ഇത് എത്രാം വാർഡിലാണ് പഞ്ചായത്തിലെ? പഞ്ചായത്തിലെ 5-ാം വാർഡിലാണ് മരണം നടന്നിട്ടുള്ളത്. നടുവത്ത് ശാന്തിഗ്രാം എന്ന വാർഡ്. ഓക്കെ, അത് അവിടെ എങ്ങനെയാണ് ജനസാന്ദ്രത എങ്ങനെയാണ്? ഒരുപാട് ഈ ആളുകളുള്ള പ്രദേശം തന്നെയാണ്. പഞ്ചായത്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ഒരു വാർഡാണ്. ഈ യുവാവിന്റെ വീടിന് പരിസരത്തും ഒരുപാട് വീടുകളുള്ളതാണോ? അല്ല, പരിസരത്ത് ഒരുപാട് വീടുകളില്ല, എന്നാലും മോശമല്ലാത്ത വീടുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു നിങ്ങളെ പഞ്ചായത്തിനെ? എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കപ്പെടുന്നത്? പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന് നമ്മൾ നാളെ പഞ്ചായത്തിൽ ഫീവർ സർവേക്ക് വരുന്ന ജീവനക്കാരെ സഹായിക്കുന്നതിന് ആശാപ്രവർത്തകർ, അംഗനവാടി ടീച്ചർമാർ, കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ സഹായത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോ അതുപോലെ തന്നെ രോഗലക്ഷണമുള്ളവരെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ പരിശോധനയ്ക്ക് അയക്കുന്നതിന് ആവശ്യമായുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു. DMO ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. ഞങ്ങൾ യോഗം ചേർന്നു. തുടർന്ന് ഇന്ന് ഞങ്ങൾ 5:30 മണിക്ക് ജനപ്രതിനിധികളും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ വകുപ്പ് മേധാവികൾ, പഞ്ചായത്തിനകത്തുള്ള വിവിധ വകുപ്പുകളിലെ ആളുകളെ ചേർത്തുകൊണ്ട് യോഗം വിളിക്കുന്നുണ്ട്. നാളെ മുതൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, ആരോഗ്യമന്ത്രിയെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ നിങ്ങൾക്ക്? ഇല്ല, ബന്ധപ്പെട്ടില്ല. ആരോഗ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. DMO വന്നു. DMO നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. DMO ഇപ്പോ ഇവിടെ സ്ഥലത്തുണ്ട്, PSCയിലുണ്ട്, ഇവിടെ ഉണ്ട്. ഈ ഓണസമയമാണല്ലോ, അപ്പോഴത്തെ ഓണം ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക്?
അത് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ലഭ്യമാകുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ശരി. തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാമൻകുട്ടിയാണ് പ്രതികരിച്ചത്. അവിടെ ഒരുക്കങ്ങൾ, മുൻകരുതലുകൾ അത് ഫലപ്രദമായി നീങ്ങുന്നു. അതിൻ്റെ ശ്രമഫലമായി കൂടുതൽ വ്യാപനമുണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അനുമോദ്, ഇപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ മോശമില്ലാതെ ആളുകളുള്ള ഒരു പ്രദേശമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ആശങ്കയും. അപ്പോൾ അനുമോദ്, ഈ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഫലപ്രദമായി മുൻകരുതലെടുക്കുക, കരുതുക എന്നുള്ളതാണ്. അപ്പോഴും ഈ ആശങ്ക ജനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. കാരണം നമ്മൾ നേരിട്ടിട്ടുള്ള ഒരു വിപത്താണ്, പലതവണ നമ്മൾ അതിജീവിച്ചിട്ടുള്ള വിപത്താണ് നിപ. ആദ്യം ബാധിക്കുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ അത്രയും ഭയപ്പാട് ജനങ്ങൾക്കും ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. ബോധവൽക്കരണത്തിന് കുറച്ചുകൂടി സാഹചര്യവും സാവകാശവും ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്കിൽ പോലും അവിടെയും നമ്മൾക്ക് കൂടുതൽ മുൻകരുതലെടുത്തേ മതിയാകൂ. ഈ പ്രത്യേകിച്ചും ഓണ ദിവസങ്ങളാണ്, ആഘോഷത്തിൻ്റെ നാളുകളാണ്, പൂർണ്ണമായിട്ടും ഈ ബന്ധുവീടുകളിലൊക്കെ ആളുകൾ പോകുന്ന സമയമാണ്. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. ഈ സമ്പർക്ക പട്ടികയുടെ ഒരു വലുപ്പം അത് എത്രത്തോളമാണെന്ന് നിശ്ചയിക്കാൻ കഴിയില്ല. ഈ